വിനോദയാത്രയ്ക്കിടെ കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹം വെള്ളിയാഴ്ച നാട്ടിലെത്തിക്കും. മരിച്ച 5 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം സ്വദേശികളായ സ്ത്രീകളും കുട്ടികളുമാണ് അപകടത്തിൽ മരിച്ചത്. പെരുന്നാൾ അവധി ആഘോഷിക്കാനായി ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് പോയ 5 മലയാളികളാണ് മരിച്ചത്. അതിൽ 2 തൃശൂർ സ്വദേശികളും 2 പാലക്കാട് സ്വദേശികളും ഒരു തിരുവല്ല സ്വദേശിയുമാണ് ഉള്ളത്. തിരുവല്ല സ്വദേശി ഗീതയാണ് വാഹനാപകടത്തിൽ മരിച്ചത്. തൃശൂർ സ്വദേശിയായ ജസ്നയുടെ 1.5 വയസ്സ് പ്രായമുള്ള മകളുമാണ് മരിച്ചത്. ജസ്നയുടെ ഭർത്താവ് മുഹമ്മദ് ഹനീഫ് പരിക്കുകളോടെ ചികിത്സയിലാണ്. തൃശൂർ വെങ്കിടങ്ങ് സ്വദേശിയാണ് മുഹമ്മദ് ഹനീഫ് 1.5 മാസം മുൻപാണ് ഇവിടെ വീട്ടിൽ വന്നു പോയിരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് വീട്ടിൽ വന്നു പോയിരുന്നത്. ഈ മുഹമ്മദ് ഹനീഫ് ഖത്തറിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുകയാണ്. ഏകദേശം 1 വർഷത്തിന് മുൻപാണ് ഈ കുടുംബം എല്ലാവരും ചേർന്ന് നാട്ടിലെത്തി തിരികെ പോയിരുന്നത്. ഈ പെരുന്നാൾ അവധിക്കാണ് അവർ കെനിയയിലേക്ക് പോയത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നതും ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നതും. ഇവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിനുവേണ്ട സഹായങ്ങളൊക്കെ തന്നെ നോർക്കയുടെ ഭാഗത്തുനിന്നും മറ്റ് സർക്കാർ ഏജൻസികളുടെ ഭാഗത്തു നിന്നുമൊക്കെ വീട്ടുകാർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അവിടെ എത്തിയതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. മകൻ ചെറിയൊരു ഇഞ്ചുറി മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. മകന് വേറെ പ്രശ്നമൊന്നുമില്ല. മരുമകളും അതുപോലെ തന്നെ കുട്ടി 1.5 വയസ്സുള്ള മകളും മരണപ്പെട്ടു. അപ്പം മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടികൾ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പാലക്കാട് മണ്ണൂർ സ്വദേശിയായ റിയയുടെ 7 വയസ്സുകാരിയായ മകൾ ടൈറയുമാണ് ഈ അപകടത്തിൽ മരിച്ച 2 പാലക്കാട് സ്വദേശികൾ. ഈ റിയ ഖത്തറിൽ എയർപോർട്ട് ജീവനക്കാരിയാണ്, എയർപോർട്ടിൽ ജോലി ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഈ റിയയുടെ ഭർത്താവ് ട്രാവൽ ഏജൻസിയിൽ ജോലി ചെയ്യുകയാണ്. ഇവരും ഖത്തറിൽ തന്നെയാണ് സ്ഥിരതാമസം. ഈ അവധി ആഘോഷിക്കാൻ തന്നെ അവരും കെനിയയിലേക്ക് പോയതാണ്. അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും തന്നെ ഈ ഒരു സംഭവത്തിൻ്റെ ഒരു ഞെട്ടലിലാണ്. കാരണം അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഒരു വിയോഗം എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. കൂടെയുള്ള എൻ്റെ മരുമോനും പേരക്കുട്ടിയും മകൻ പേരക്കുട്ടി ആൺകുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇഞ്ചുറികളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നെയ്റോബി ഹോസ്പിറ്റലിലാണ് ഇവർ 2 പേരും. അവരെ സഹായിക്കാൻ വേണ്ടി എൻ്റെ മോനോട് ദുബായിൽ നിന്ന് നെയ്റോബിയിലെത്തിൻ്റെ ഹോസ്പിറ്റലിൽ അവരെ കൂടെ ഉണ്ട്. ഇന്ന് ജോയലിനൊരു നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് ഒരു സർജറി കൂടി ഉണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് സർജറി കഴിഞ്ഞ് അവരുടെ ഫിറ്റ്നസ്സും കൂടി നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് ഇതിനോടുകൂടെ അവർക്ക് തിരിച്ചെത്താൻ എന്നാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. തിങ്കളാഴ്ച പ്രാദേശിക സമയം 5 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് കരുതുന്നത്. അതിൽ തന്നെ 14 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ഈ മരിച്ച മലയാളികളുടെ കൂടെ ഉണ്ടായിരുന്നവർക്കും, അതായത് ഈ റിയയുടെയും ജസ്നയുടെയും ഭർത്താക്കന്മാർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവർ നിലവിൽ കെനിയയിൽ ചികിത്സയിലാണ്. ഇവരെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്കോ അല്ലെങ്കിൽ തിരികെ ഖത്തറിലേക്കോ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ബസ്സിൽ നിരവധി ആളുകൾ, ഏകദേശം 35ഓളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ ഉള്ളത്. ഈ മരിച്ചവരുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുന്നു. അതിനോടൊപ്പം തന്നെ വീട്ടുകാർക്ക് ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ നൽകാനായി നോർക്കയും കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും വലിയ ദുഃഖം തന്നെയാണ് എല്ലാ ഇടങ്ങളിലും ഉള്ളത്. കാരണം ചെറിയ 2 കുട്ടികളടക്കമുള്ള 5 മലയാളികളാണ് മരിച്ചിരിക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.